വാർത്തകൾ വിശദമായി. കാസർഗോഡ് LDF സ്വതന്ത്ര സ്ഥാനാർത്ഥി ഷാനവാസ് പാദൂരിനെതിരെ വനിതാ ലീഗ് നേതാവ് നടത്തിയ മുനാഫിക് പരാമർശത്തിൽ സമസ്തയ്ക്കുള്ളിൽ എതിർപ്പ്. വിശ്വാസിയായ സ്ഥാനാർത്ഥിയെ മുനാഫിക് എന്ന് വിളിച്ചത് ഗൗരവതരമെന്ന് കുമ്പോൾ സയ്യിദ് അലി തങ്ങൾ. നാടിന്റെ വികസനം പറഞ്ഞു വേണം വോട്ട് തേടുവാനെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ ദിവസം പൊതുയോഗത്തിലായിരുന്നു വനിതാ ലീഗ് നേതാവ് ആയിഷ ഫർസാന ഷാനവാസ് പാദൂരിനെതിരെ വിവാദ പരാമർശം നടത്തിയത്. നിങ്ങളുടെ വാഹന സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ കോളിക്കര ഹോണ്ട ചെമ്മനാട്. ഹോണ്ട ഓതറൈസ്ഡ് മെയിൻ ഡീലർ, ചെമ്മനാട്, കാസർഗോഡ്. കോൺടാക്ട് സെയിൽസ് 9112 444 222. സർവീസ് 9057191191. കാസർഗോഡ് നിയമസഭാ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി ഷാനവാസ് പാദൂരിനെതിരെ വനിതാ ലീഗ് നേതാവ് ആയിഷ ഫർസാന നടത്തിയ വിവാദ പരാമർശത്തിൽ കടുത്ത എതിർപ്പുമായി സമസ്ത രംഗത്ത്. ഒരു വിശ്വാസിയെ കപട വിശ്വാസി എന്ന് വിളിച്ചത് ഗൗരവതരമാണെന്ന് സമസ്ത നേതാവ് കുമ്പോൾ സയ്യിദ് അലി തങ്ങൾ പ്രസ്താവനയിലൂടെ അറിയിച്ചു. ഇത്തരത്തിൽ വിദ്വേഷ പ്രചാരണം നടത്തുന്നവർക്കെതിരെ ശക്തമായി പ്രതികരിക്കുമെന്നും അദ്ദേഹം പ്രസ്താവനയിൽ വ്യക്തമാക്കി. തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങളിൽ സഭ്യേതര ഭാഷ ഉപയോഗിക്കണമെന്നും വികസനവും ക്ഷേമ പ്രവർത്തനവും മുൻനിർത്തി വോട്ട് തേടുകയാണ് വേണ്ടതെന്നും കുമ്പോൾ തങ്ങൾ പറഞ്ഞു. ജാതിയും മതവും പറഞ്ഞ് വോട്ട് ചോദിക്കുന്നവർക്കെതിരെയും വിദ്വേഷ പ്രചാരണം നടത്തുന്നവർക്കെതിരെയും ജനങ്ങൾ ശക്തമായി പ്രതികരിക്കും. അത്തരക്കാരെ ചെരുപ്പ് കൊണ്ടടിക്കുന്ന സാഹചര്യമുണ്ടാകുമെന്നും കുമ്പോൾ തങ്ങൾ പ്രസ്താവനയിലൂടെ മുന്നറിയിപ്പ് നൽകി. കാസർഗോഡ് മണ്ഡലം LDF സ്ഥാനാർത്ഥി ഷാനവാസ് പാദൂർ മുനാഫിക്കാണെന്നാരോപിച്ച് വനിതാ ലീഗ് ജില്ലാ സെക്രട്ടറി ആയിഷ ഫർസാന മുള്ളേരിയയിലെ UDF കുടുംബയോഗത്തിൽ നടത്തിയ പ്രസംഗമാണ് വിവാദമായത്. അത് ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ്. നമുക്കറിയാലോ ഇവിടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ ആരൊക്കെയാണെന്ന് നമുക്കറിയാം. എനിക്ക് പേര് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ആരാണ് നമ്മളുടെ എതിരാളി എന്നും നമുക്കറിയാം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് കെട്ടിപ്പോയ ഒരാളുണ്ടല്ലോ, അവരിപ്പോഴും ഇവിടേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. നമ്മളോട് വോട്ടഭ്യർത്ഥിക്കുവാൻ വേണ്ടിയിട്ട് ഈ കാസർഗോഡ് മണ്ഡലം കണ്ടിട്ട് ഒരാളും പനി പിടിച്ചിടക്കേണ്ടതില്ല. അവിടെ തന്നെ പൊതുച്ചടങ്ങേണ്ടി വരുമെന്ന് പറയുവാൻ വേണ്ടിയിട്ട് ഈ സന്ദർഭം ഞാൻ ഉപയോഗിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, മറ്റൊരു സ്ഥാനാർത്ഥി ഉണ്ടല്ലോ, ഷാനവാസ് പാദൂർ എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥി ഉണ്ടല്ലോ. രാവിലെ ഒരു കൊടി പിടിച്ച്, ഉച്ചക്ക് മറ്റൊരു കൊടി പിടിച്ച്, വൈകുന്നേരം മറ്റൊരു കൊടി പിടിച്ച് മുനാഫിക്കിന്റെ പണിയെടുത്തുകൊണ്ട് നമ്മളോട് വോട്ടഭ്യർത്ഥിക്കുവാൻ വരികയാണെങ്കിൽ നിങ്ങളുടെയും ഞങ്ങളുടെയും മുഖ്യമന്ത്രിയായിട്ട് നമ്മുടെ മുമ്പിലേക്ക് വന്നിട്ടുള്ള പിണറായി വിജയൻ എന്ന സഖാവുണ്ടല്ലോ, ആ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ നമുക്കും പറയാനുണ്ട്, കടക്കൂപ്പുറത്ത് ഈ കാസർഗോഡിന്റെ മണ്ണ്. സമസ്തയുടെ ഇരുവിഭാഗങ്ങളുമായി അടുത്ത ബന്ധം പുലർത്തുന്ന വ്യക്തിയാണ് ഷാനവാസ് പാദൂർ. സംഭവം വിവാദമായതോടെ LDF പരാതിയുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.